നയന ആദർശനോട് പിണങ്ങിയിട്ട് തറയിലിറങ്ങി കിടക്കാണ്. ഈ ഒരു സമയത്തൊക്കെ ആദർശന് നയന നല്ല പ്രണയമുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് ചോദിക്കുകയാണ്, എന്താ നയനെ കാണിക്കുന്നത്? ഞാൻ എൻ്റെ കാലിടിച്ച് മാപ്പ് പറഞ്ഞതല്ലേ, എന്നിട്ട് ക്ഷമിക്കാനായില്ലെന്ന് ചോദിക്കുമ്പം ആദർശിട്ട് മാപ്പ് പറഞ്ഞാൽ മാത്രം മാറുന്ന തെറ്റാണോ ആദർശിട്ടം ചെയ്തത്? ഒരു തവണയെങ്കിലും എന്നോട് ആദർശനോട് ചോദിക്കാറുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. സോറി നയന, ഞാൻ അറിയാതെ ചെയ്തു പോയതാ, എന്നോട് ക്ഷമിക്കുന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയന പറയാണ്, ഇല്ല ആദർശേട്ടാ, ഒരിക്കലും എൻ്റെ മാനത്തെ തൊട്ട് കളിച്ചാൽ ഞാനത് വെറുതെ നിൽക്കുന്നത് കരുതുന്നുണ്ടോ? എൻ്റെ സ്ത്രീത്വത്തിൽ നിങ്ങൾ അപമാനിച്ചത്, അത് ഞാൻ എങ്ങനെ ക്ഷമിക്കാനെന്നൊക്കെ ചോദിക്കുകയാണ്. ആദർശ് പറയാണ്, ശരി ഞാനും ഇന്ന് നിൻ്റെ കൂടെ ഇവിടെ കിടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് തറലിറങ്ങി കിടക്കുമ്പോഴേക്കും നയനെ പറയാണ്, ആദർശിട്ടം കയറി മണ്ടേ കിടന്നില്ലേൽ കട്ടിൽ കിടന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ സ്റ്റോർ റൂമിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, നീ പോയിക്കോ, അങ്ങനെയാണെങ്കിൽ നിൻ്റെ കൂടെ ഞാനും വരുമെന്ന് പറയാണ്. ഇത് വലിയ ശല്യമായല്ലോ എന്ന് നയനെ പറയുന്നുണ്ട്. എന്നിട്ട് നയന അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പോഴേക്കും ആദർശം വിരിച്ച് തലാണിയൊക്കെ എടുത്തു നയന അവിടെ തറയിൽ കിടക്കുന്നുണ്ട്. ആദർശേട്ടൻ നാളെ ഓഫീസിൽ പോകാനുള്ളതല്ലേ, അന്നത്തെ പോലെ പെടലി ഉളുക്കോ നടുവുളുക്കോ ഒക്കെ ചെയ്യും. അതുകൊണ്ട് ആദർശേട്ടൻ ദയവ് ചെയ്ത് ഒന്ന് പുറത്തേക്ക് ഒന്ന് കട്ടിലിൽ കയറി കിടക്കുമെന്ന് പറയാണ്. ഇല്ല നയന, നീ കട്ടിലിൽ കയറി വരാതെ ഞാൻ അങ്ങോട്ടേക്ക് കയറി കിടക്കില്ല എന്ന് പറയാണ്. എങ്കിൽ ഇവിടെ തന്നെ കിടന്നെന്ന് പറഞ്ഞിട്ട് നയനും അവിടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് നയനും അന്ന് അവിടെ ഒരുമിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ചെറിയ ബെഡായതുകൊണ്ട് തന്നെ രണ്ടുപേരും മുട്ടിരുമി കിടക്കുകയാണ്. ഈ സമയത്ത് നയന് രാത്രിയിൽ രണ്ടുപേരും നല്ല ഉറക്കത്തിലാവുന്നുണ്ട്. നയനിങ്ങനെ ആദർശിനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അപ്പം ആദർശാണെങ്കിലും ആദർശിൻ്റെ കൈമാട്ടിലാണ് നയനെ കിടക്കുന്നത്. അങ്ങനെ രാവിലെ ആവുന്ന സമയത്ത് നയനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആദർശം പെട്ടെന്ന് എഴുന്നേൽക്കാണ്. നോക്കുമ്പോഴേക്കും ആദർശിൻ്റെ കൈമാട്ടിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നയനെ കിടക്കുന്നുണ്ട്. അപ്പോഴേക്കും നയനെ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാണ്. ആദർശം അപ്പം നയനെ ചിരിച്ചുകൊണ്ട് നോക്കുന്നുണ്ട്. ഇന്നലെ രാത്രി നല്ല പിണക്കായിരുന്നല്ലോ, എന്നിട്ട് എൻ്റെ കൈമാട്ടിലിനെ കെട്ടിപ്പിടിച്ചിരുന്ന് ഉറങ്ങിയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാറ്, നന്ദു ആണെന്നാ കരുതിയെന്നും പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ പോയിട്ട് കുളിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ ബെഡൊക്കെ മടക്കി വെച്ചിട്ട് ആദർശം അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയന നേരെ താഴേക്ക് പോകുന്നുണ്ട്. താഴേക്ക് പോയിട്ട് അടുക്കളയിൽ കയറിയിട്ട് കോഫിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോഴേക്കും ജാനകി എന്നിട്ട് പറയാണ്, മോളുടെ പിണക്കമൊക്കെ മാറിയോ ആദർശനോടുള്ളതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഉടനെ പിണക്കമൊക്കെ മാറ്റിയിട്ട് എല്ലാം ഞാൻ ഓക്കെ ആക്കി കൊടുത്താൽ പിന്നെ എനിക്കെന്താ വിലയുള്ള ചെറിയമ്മയും ചോദിക്കുകയാണ്. അത് മോള് പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് കുറച്ച് ദിവസം ഒന്ന് വിട്ടു നിൽക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ ഇത് ഒരുപാട് നീണ്ടു പോകരുത്, നിങ്ങളുടെ ഇടയിൽ വിള്ളൽ വീഴാൻ പാടില്ല എന്നൊക്കെ പറയുമ്പം ശരി ചെറിയമ്മയെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശം കുളിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. നയന എനിക്കൊരു കോഫി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന അതിനൊന്നും ഒരു മൈൻഡ് പോലും ചെയ്യാതെ കോഫി എടുത്ത് ആ ടീപ്പോയിൽ കൊണ്ട് വെച്ചിട്ട് പോകുന്നുണ്ട്. ആദർശിൻ്റെ കയ്യിൽ പോലും കൊടുക്കുന്നില്ല. അപ്പോഴേക്കും ഇതെല്ലാവരും കാണുന്നുണ്ടല്ലോ. അപ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട് അവളുടെ ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ദേവ്യാനി ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്, ഇന്നലെ തന്നെ പ്രതികാരം വീട്ടുകാരിക്കും ആളാ, ഇപ്പം എന്തെങ്കിലും മിണ്ടിയാ മുത്തശ്ശനും വായന്ന് കേൾക്കും, അതുകൊണ്ടൊന്നും മിണ്ടാത്ത നല്ലതെന്നൊക്കെ ദേവ്യാനി മനസ്സിൽ കരുതുന്നുണ്ട്. ഈ സമയത്ത് നയന വീണ്ടും അടുക്കളയിൽ പോയി പാചകമൊക്കെ ചെയ്യാണ്. അപ്പോഴേക്കും ജാനകി ഉണ്ടല്ലോ അവിടെ. ആദർശ് പതിയെ അടുക്കളയിലേക്ക് കയറിയിട്ട് ജാനകിനെ കണ്ണ് കാണിക്കുകയാണ്. പതിയെ പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് ജാനകി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും നയന ചെറിയമ്മ അതിങ്ങ് എടുത്തേന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും അതെടുത്ത് കൊടുക്കുന്നത് ആദർശായിരിക്കും. ആദർശന് എന്താ രാവിലെ വേണ്ടത്, ഓഫീസിൽ പോകാനുള്ളതല്ലേ, പോയി റെഡിയാവാൻ നോക്കുന്നൊക്കെ പറയുമ്പോൾ എനിക്കിന് ഡ്രസ്സ് വാങ്ങിയാലും മതി, അത് വരെ ഞാൻ അടുക്കള സഹായിക്കാമെന്ന് പറയുമ്പോൾ ഇത്രയും കാലമില്ലാത്ത സഹായമൊന്നും ഇനിയിപ്പോൾ എനിക്ക് ആവശ്യമില്ല, എനിക്ക് 2 കൈയുണ്ട് ഈശ്വരൻ അനുഗ്രഹിച്ച്, അതുകൊണ്ട് ജോലി ചെയ്യാൻ എനിക്കറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ ഈ ഒരു പൂച്ചയിലിടും കളി എല്ലാവരും കാണുന്നുണ്ട്, എല്ലാവരും ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ദേവനിക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അന്നുണ്ടായ സംഭവത്തിൻ്റെ പേരിൽ ജലജനെയും അവിനെയും പുറത്താക്കിയിരിക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ. അപ്പോൾ അതെന്താണെന്നൊക്കെ ഉള്ളത് നമ്മുടെ വോയിസ് ഓവർ ബൈ യാസിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാതെ കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നയന അടുക്കളയിൽ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയുള്ള ദോശയുടെ മാവ് എടുക്കുമ്പോൾ തന്നെ ഇങ്ങിതാ ഞാൻ ഒഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നിൽ നിന്നും അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളെ കയ്യിലും പിടിച്ചുകൊണ്ട് ആ ദോശമാവ് ഇങ്ങനെ കല്ലിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും കൈ എടുക്കുക ആദർശേട്ടാന്ന് പറഞ്ഞിട്ട് നീക്കി വിടുകയാണ്. ആദർശേട്ടൻ എന്താ കരുതിയത്, എൻ്റെ കൂടെ താഴെ ഇറങ്ങി കിടക്കുമ്പോഴും എന്നെ തൊടുമ്പോഴും ഞാനങ്ങ് മയങ്ങി വീഴുമെന്നോ? പണ്ട് നയന അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, കാരണം നയനയ്ക്കൊന്ന് ആദർശേട്ടൻ നല്ല ജീവനായിരുന്നു, ഇപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. ഓഹോ, അപ്പോൾ നിനക്കെന്നെ ഇഷ്ടമില്ലെന്ന് ചോദിക്കുമ്പം അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നത് നല്ലത്, അതുകൊണ്ട് മിണ്ടാതെ പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ് പറയണം, ഇല്ല നീ എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ കൂടെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ പോവുള്ളൂ, ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും നിന്നോട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഇനി മുതൽ ഞാനിവിടെ കാണുമെന്ന് പറയാണ്. ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തമാണ് ആദർശേട്ടൻ ചോദിക്കുമ്പോൾ ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തമാണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയും കരുതാം, കാരണം ഞാൻ നിന്നെ ഒരുപാട് സംശയിച്ചു പോയി, എൻ്റെ ഭാഗത്തുള്ള വലിയൊരു ഫാൾട്ടാണ് അത്, അതുകൊണ്ട് ഞാൻ നിൻ്റെ മനസ്സിൽ നിന്നും ആ ഏറ്റ മുറിവ് ഉണക്കിയിട്ടേ മാറുള്ളൂ,
നിന്നെ ഇനി ഞാൻ സ്നേഹിച്ച് ആ മുറിവ് ഉണക്കാൻ പോവാണെന്ന് പറയുമ്പം ഓ അത് നിങ്ങളുടെ അമ്മയുടെ മുമ്പിൽ നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? അറിഞ്ഞാലേ അമ്മ ചട്ടകം പഴിപ്പിച്ച് നിങ്ങളുടെ ബാക്കിൽ വെക്കും എന്നൊക്കെ പറയാണ്. ഓഹോ അപ്പോൾ ഇങ്ങനെയൊക്കെ കോമഡി പറയാനൊക്കെ അറിയാമല്ലേ എന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ആദർശിനെ ശല്യപ്പെടുത്താൻ പൊയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ടും ആദർശ് പോകുന്നില്ല കേട്ടോ. അവൾക്ക് വേണ്ടി അവിടുന്ന് തേങ്ങ ചിരണ്ടിയും ചമ്മന്തിയൊക്കെ അരയ്ക്കുന്നുണ്ട്. സാമ്പാറിനൊക്കെ അരിഞ്ഞൊക്കെ കൊടുത്ത് സഹായിക്കുകയാണ്. അങ്ങനെ എല്ലാ ജോലികളും ആദർശ് നയനം കൊണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പാത്രമൊക്കെ കഴുകി കൊടുത്തൊക്കെ ആദർശ് സഹായിക്കുകയാണ്. അപ്പോഴേക്കും ദേവ്യാനി ഓർക്കാണ് ഇപ്പോഴും ജലജ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്നെ പറഞ്ഞ് എരിവ് കയറ്റിയാനെ. അത് ശരിയായ കാര്യം തന്നെയാണ്, എന്തായാലും പുറത്തിങ്ങനെ നല്ലത്. പക്ഷെ ഇതൊന്നും കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ആദർശ് ചെയ്ത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേങ്കിൽ ഇങ്ങനെ അവളെ ഇങ്ങനെ പൊക്കി പിടിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾ പിണങ്ങി അങ്ങ് പോട്ടെ എന്ന് കരുതണം. അതല്ലാതെ ഇങ്ങനെ അവളെ വലിയ ഇപ്പോൾ താങ്ങി പിടിച്ച് നടക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ എന്ന് അവൾ മനസ്സിലാണ് കേട്ടോ കരുതുന്നത്. അങ്ങനെ രണ്ടുപേരും പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിയാണ്. എന്നിട്ട് എല്ലാവരെയും വിളിക്കുന്നുണ്ട് ആദർശ്. എല്ലാവരും റെഡിയായിട്ട് വാ, ദാ ബ്രേക്ക്ഫാസ്റ്റ് റെഡി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൂടി ടേബിളിൽ വെച്ചിട്ട് ഇന്ന് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും കുക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആദർശ് പറയാണ്. അപ്പോഴേക്ക് ദേവേനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയുണ്ട് നിലയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇതൊക്കെ മുത്തശ്ശന് മനസ്സിലാകുന്നുണ്ട്. അവളുടെ പിണക്കൊന്ന് മാറ്റാൻ വേണ്ടി ആദർശ് ചെയ്യുന്നതാണെന്നുള്ള കാര്യം. അങ്ങനെ എല്ലാവരും ചിരിച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാണ്. എന്നിട്ട് ഇനി നിങ്ങൾ രണ്ടുപേരും ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് നയനെ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് ആദർശ് ദോശ ഇങ്ങനെ ചമ്മന്തിയൊക്കെ കുഴച്ചതിന് ശേഷം അതിനെ കുഴച്ചെടുത്തിട്ട് നേരെ നീട്ടിയിട്ട് ഇന്നാണ് നയന കഴിക്ക്, എൻ്റെ ഭാര്യനെ കഴിപ്പിച്ചിട്ട് ഞാൻ ഇനി കഴിക്കുള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും നയന ആദർശിൻ്റെ കാലെ ചവിട്ടിയിട്ട് അതെ കൂടുതൽ ഓവർ ആവരുത് കേട്ടോ, കൂടുതൽ ഓവർ അയച്ചളവാക്കാൻ നോക്കണ്ട, എൻ്റെ പിണക്കം മാറില്ല, എനിക്ക് വാരിത്തരണ്ട, എനിക്ക് 2 കൈയുണ്ട്, ഞാൻ അതുകൊണ്ട് കഴിച്ചോളാം എന്നൊക്കെ പറയാണ്. അയ്യോ 2 കൈ കൊണ്ട് കഴിക്കാൻ പാടില്ല, 1 കൈ കൊണ്ടേ കഴിക്കാൻ പാടുള്ളൂ, ഇന്നാ പിടിക്കുന്നു പറഞ്ഞിട്ട് നയനയുടെ വായിലേക്ക് കുത്തി കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നയനയും കഴിക്കുന്നുണ്ട്. ഇനി എനിക്ക് വായി വെച്ച് തന്നേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് ചെയ്തതുപോലെ തന്നെ വലിയൊരു ഉരുളയെടുത്ത് ആദർശിൻ്റെ വായിലേക്ക് കുത്തിക്കെട്ടി കൊടുക്കുക കേട്ടോ നയന. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ് ഇതുപോലെ നിങ്ങൾ സന്തോഷമായിട്ട് കാണുമ്പോൾ എൻ്റെ സന്തോഷമാണെന്ന് അറിയാമോ എനിക്കും. നയന മോളെ ആദർശിനൊരു തെറ്റ് പറ്റിപ്പോയി, അതിപ്പം എനിക്കാണല്ലോ പറ്റാവുന്ന തെറ്റ് തന്നെയാണ്, മോളെ അവിശ്വസിച്ച് പോയി. അതുകൊണ്ട് മോൾ അതൊക്കെ ക്ഷമിച്ച് ആദർശിനോട് സ്നേഹത്തോടെ കഴിയണം. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ദുശ്ശകനം ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നയന മോള് ഇനി ആദർശിനെ സ്നേഹിച്ച് രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കുന്ന വേണം ഈ മുത്തശ്ശനെ കാണാനെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആ കേസ് കേട്ട് മറക്കണ്ടെന്ന് പറയുമ്പം ആദർശ് പറയാണ് എനിക്കറിയാം മുത്തശ്ശനൊരു താലേഖനൊരു കുഞ്ഞാവയല്ലേ, ദാ ഉടനെ നവ്യയുടെ വരും, അതിന് തൊട്ട് പുറകെ തന്നെ ഞങ്ങളുടെ കുഞ്ഞാവ ഈ വീട്ടിൽ വരുമെന്ന് ആദർശ് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയനിങ്ങനെ ആദർശം നോക്കിയിട്ട് പറയുന്നുണ്ട് അതെ നിങ്ങളുടെ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല, ഇനി നിങ്ങൾ തൊടണമെങ്കിൽ തൊട്ടല്ല ആ കൈ ഞാൻ വിട്ടും, ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു, ഓരോ തവണ നിങ്ങൾക്ക് സ്നേഹം കൂടുമ്പോഴും വന്നെന്നെ കെട്ടിപ്പിടിക്കുകയും സ്നേഹം ഇല്ലാതെ പിന്നെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും എന്നെ കിട്ടത്തില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ആ കൈ ഞാൻ തല്ലി ഒളിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. കാണാമെന്ന് ആദർശം പറയാൻ കേട്ടോ. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടാണ് ആ ഒരു പ്രശ്നം ഒന്ന് തീരുന്നത്. അപ്പോൾ പ്രശ്നമൊക്കെ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ വോയിസ് ഓവർ യാസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മിസ്സാവാതിരിക്കും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.